വോട്ടെണ്ണലിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഞാനിപ്പോഴുള്ളത് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി വി ജോയ് നമുക്കൊപ്പം ചേരുന്നു. ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ മണിക്കൂറുകൾ മാത്രമാണുള്ളത്. കൂട്ടിക്കിഴിച്ചുകൾ ഒക്കെ കഴിഞ്ഞ് ഏത് രീതിയിലാണ് പ്രതീക്ഷ അവസാന ഘട്ടം? ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം ഇക്കുറി ഞങ്ങൾ തിരിച്ചുപിടിക്കുമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയത്. അത് നാളെ വോട്ടെണ്ണുമ്പോൾ ഇടതുപക്ഷം ജയിക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം ആ നിലയിൽ തന്നെയാണ്. ഞങ്ങളുടെ കണക്കൂട്ടലുകളും കാര്യങ്ങളുമെല്ലാം അത് നാളെ രാവിലെ മുതൽ ഒരു 8 മണി തൊട്ടുള്ള ഒരു വോട്ടെണ്ണൽ വരുമ്പോൾ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഇടതുപക്ഷം ജയിക്കും. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്ന സർവേകളെ പ്രധാനമായും ഇടതുമുന്നണി ഏത് രീതിയിലാണ് കാണുന്നത്? കാരണം സർവേകൾ എന്നും കഴിഞ്ഞ തവണ ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്, പറഞ്ഞതല്ല സംഭവിച്ചത് എന്നുള്ള കാര്യം. അപ്പോൾ ഇത്തവണയുള്ള സർവേകളെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഓൾ ഇന്ത്യ തലത്തിലുള്ള സർവേയെ സംബന്ധിച്ച് എല്ലാ സർവേകളും ഏതാണ്ട് ഒരേ നിരയിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതൊരു പെയ്ഡ് സർവേ ആണോ എന്ന് തന്നെ സംശയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞങ്ങൾ ആ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നില്ല. കാരണം സർവേകൾ പറഞ്ഞത് നിരവധി പ്രാവശ്യങ്ങളിൽ തെറ്റിയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ തെറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സർവേയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പിന്നെ മനോരമ കാണിക്കുന്നത്, മനോരമയ്ക്ക് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം വെച്ചുകൊണ്ടാണ് മനോരമ പെരുമാറുന്നത്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാൻ രണ്ടാമത് മത്സരിക്കുമ്പോൾ ഞാൻ ഏതാണ്ട് ഒരു 15,000 വോട്ടിന് തോൽക്കും എന്ന് മനോരമ അവരുടെ എക്സിറ്റ് പോളിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ തവണ അവർ പറഞ്ഞിരുന്നു. ഞാനടക്കം 32 MLA-മാർ തോക്കും. മുഹമ്മദ് റിയാസ്, MM മണി, അങ്ങനെ തുടങ്ങി ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ തോക്കുമെന്നാണ് മനോരമ പറഞ്ഞത്. പക്ഷേ എല്ലാവരും ഏതാണ്ട് ഒരു 10-20,000, 20,000-ത്തിന് പുറത്ത് വോട്ടുകൾക്ക് ജയിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. മനോരമ തോക്കുമെന്ന് പറഞ്ഞാൽ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാൽ മതി. അതൊരു നുണയാണ്. അതവരുടെ ഒരു രീതി അതാണ്. അപ്പോൾ അതുകൊണ്ട് ആ മനോരമയും അതുപോലെ തന്നെ മറ്റ് ചില മാധ്യമങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ ഞങ്ങൾ തള്ളിക്കളയുകയാണ്. അതിന് വിപരീതമായിരിക്കും ജനങ്ങൾ ചിന്തിക്കുക. അത് ഈ വോട്ടെണ്ണൽ കഴിയുമ്പോൾ അത് നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എങ്ങനെയാണ് നാളത്തെ ഒരു പ്ലാൻ? എങ്ങനെയാണ് വോട്ടെണ്ണൽ ദിനത്തിൽ രാവിലെ മുതൽ കൗണ്ടിംഗ് സെന്ററിലാണോ? എങ്ങനെയാണ്? രാവിലെ ഒരു 6 മണിക്ക് തന്നെ ഞങ്ങളുടെ പ്രവർത്തകരോടെല്ലാം വരാൻ പറഞ്ഞിട്ടുണ്ട്. കൗണ്ടിംഗ് ഏജന്റുമാരോടെല്ലാം വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ വന്നതിന് ശേഷം അവരോടൊപ്പം കൗണ്ടിംഗ് സെന്ററിൽ തന്നെ നാളെ ഉണ്ടാകണമെന്നുള്ള നിലയിലാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ ഏതായാലും കൈവിട്ട മണ്ഡലം അത് തിരിച്ചുപിടിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥിയുള്ളത്. ക്യാമറമാൻ സജുവിനൊപ്പം S. ഷീജ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.